സമാധാന ചർച്ചകൾക്കിടയിലും അതിശക്തമായ ആക്രമണം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണത്തിൽ T1 യാത്രാ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുള്ള സീസൽ ഒത്തൈബിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവെച്ചു. എയർപോർട്ടിലെ വിമാനങ്ങൾ മാറ്റി. ആക്രമണത്തെ തുടർന്ന് ടെർമിനൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. സാഹചര്യങ്ങൾ സായുധ സേന ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സേന പൂർണ്ണ സജ്ജതയിലാണെന്നും വക്താവ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അടച്ചിട്ടുന്ന T1 ടെർമിനൽ ജൂൺ 1 നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം പുനരാരംഭിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ക്വിഷം ദ്വീപിന് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചിരുന്നു. വൻതോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് വിവരങ്ങൾ. ഇതേ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ക്വിഷം ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായാണ് കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ഭീകരസേനയുടെ കടുത്ത അഹങ്കാരത്തിനും ആക്രമണത്തിനുമുള്ള മറുപടിയാണിതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിലെ അമേരിക്കൻ താവളങ്ങളായ ക്യാമ്പ് ആരിഫ് ജാൻ, അലി എൽ സലേം എയർബേസ് എന്നിവയ്ക്ക് നേരെയാണ് പ്രധാനമായും ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇറാന്റെ ഈ ആക്രമണങ്ങളെ അമേരിക്കൻ, ബഹ്റൈൻ പ്രതിരോധ സേനകൾ വിജയകരമായി പ്രതിരോധിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റ് ലക്ഷ്യമാക്കി വന്ന 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തന്നെ തകർത്തു. ബഹ്റൈന് നേരെ വന്ന 3 മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്ക തകർത്തത്. കൂടാതെ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ ഡ്രോണുകളും അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ വ്യക്തമാക്കുന്നു. അതേസമയം മിസൈലുകൾ തകർത്തതിനെ തുടർന്ന് ബഹ്റൈന്റെ പല ഭാഗങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. അയൽരാജ്യമായ സൗദി അറേബ്യയിലും അപായ സൈറണുകൾ മുഴങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അവിടെ ആക്രമണങ്ങൾ നടന്നതായി ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. പരിഭ്രാന്തരായ അന്തരീക്ഷമാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും തകർന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വരുത്തി തീർക്കാനും തങ്ങൾ ഇപ്പോഴും ചർച്ചകളിൽ സജീവമാണെന്ന് കാണിക്കാനും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് തീവ്ര ശ്രമം നടത്തുന്നു. തങ്ങളുടെ നയതന്ത്ര പരാജയം മറച്ചുവെക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. 4 ദിവസം മുൻപ്, 3 ദിവസം മുൻപ്, 2 ദിവസം മുൻപ്, 1 ദിവസം മുൻപ്, ഇന്ന് എന്നിങ്ങനെ എല്ലാ ദിവസവും ഇറാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വാദിച്ച അമേരിക്കൻ ഭരണകൂടത്തിന്റെ മുഖം രക്ഷിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഒരു വശത്ത് ചർച്ചകളെ കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് സൈനിക ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ഇറാൻ പ്രതിരോധിക്കുന്നു. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു ഏകപക്ഷീയമായ കരാറിലും ഏർപ്പെടാൻ ഇറാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പ്രാദേശിക സൈനിക നീക്കങ്ങളിലൂടെ അവർ നൽകുന്നത്. മിഡിൽ ഈസ്റ്റിൽ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോഴും ആശയവിനിമയ മാർഗങ്ങൾ സജീവമാണെന്ന് അമേരിക്ക ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അമേരിക്കയുടെ അധിനിവേശ നയങ്ങളും മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങളുമാണ് ആ പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതും ജനങ്ങളെ നിരന്തരം ഭീതിയിലാഴ്ത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.